അനുശ്രീയല്ല, ശ്രീമാൻ അനു. പ്രേതകഥകളും ഭൂതകഥകളും ഭാതകഥകളും പുനർജന്മ കഥകളും പല രീതിയിൽ സിനിമയാക്കിയിട്ടുണ്ട്. പക്ഷേ ആരും വിശ്വസിക്കാത്ത ഒരു കെട്ടുകഥ. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ആൺ പെണ്ണാകുകയും പെൺ ആണാകുകയും ചെയ്യുന്ന കഥ സിനിമയാക്കിയാൽ എങ്ങനെയുണ്ടാകും? എത്ര തലപുകഞ്ഞാലോചിച്ചാലും ദഹിക്കാത്ത വിഷയത്തെ വളരെ രസകരമായി ആവിഷ്കരിച്ച സിനിമയാണ് ഇതിഹാസ. ഫാന്റസിയുടെ കൂട്ടുപിടിച്ചുള്ള ബിനു എസിന്റെ ആദ്യ സിനിമാ സംരംഭം ശരിക്കും ഒരു വിജയം തന്നെയാണ്. ജാനകി എന്ന നാടൻ പെൺകുട്ടി ആൽവി എന്ന പോക്കറ്റടിക്കാരനായി മാറുമ്പോഴുള്ള രസകരമായ മുഹൂർത്തങ്ങളാണ് സിനിമ കാണിക്കുന്നത്. അവിചാരിതമായി ഇവർക്ക് കിട്ടുന്ന മോതിരങ്ങളുടെ ശക്തിയാൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ജാനകിയുടെ ശരീരവും ആൽവിയുടെ മനസ്സുമായി ആൽവിയും, ആൽവിയുടെ ശരീരവും ജാനകിയുടെ മനസ്സുമായി ജാനകിയും മാറുന്നതോടെ സിനിമ രസാവഹമായ കഥാസന്ദർഭങ്ങളിലൂടെ കടന്നുപോകും. ആണിന്റെ ഭാവപ്രകടനവും നടത്തവും രീതികളുമെല്ലാം അനുശ്രീ മികച്ചതാക്കിയിട്ടുണ്ട്. ഡയമണ്ട് നെക്ലസ്, ആംഗ്രി ബേബീസ് തുടങ്ങിയ സിനിമകളിൽ നാടൻ പെണ്ണായി മലയാള മനസ്സ് കീഴടക്കിയ അനുശ്രീയുടെ മറ്റൊരു മുഖമാണ് ഇതിഹാസയിൽ കാണുന്നത്. ആൽവി എന്ന ആൺ പെൺ പുലിക്കുട്ടിയായി തിളങ്ങിയ അനുശ്രീയുടെ പ്രകടനം അല്പം പോലും പ്രേക്ഷകനെ മടുപ്പിക്കുന്നില്ല. സിനിമ കണ്ടിറങ്ങുന്ന ആരും അനുശ്രീയുടെ കഥാപാത്രത്തെക്കുറിച്ച് രസതന്ത്രത്തിലെ മോഹൻലാൽ സ്റ്റൈൽ ഹമ്പടി വീര എന്ന് പറഞ്ഞു പോകും. സംവിധായകൻ കമലിനോടൊപ്പം സഹസംവിധായകനായി ജോലി ചെയ്ത ശേഷം ഗദ്ദാമയിലൂടെ അഭിനയത്തിന്റെ അരങ്ങേറ്റം കുറിച്ച നടനാണ് ഷെയ്ൻ ടോം ചാക്കോ. ഈ അടുത്ത കാലത്ത് ചാപ്റ്റേഴ്സ് തുടങ്ങിയ സിനിമകളിൽ സഹനടനായും അഭിനയിച്ച ടോമിന്റെ അത്യുഗ്രൻ പ്രകടനത്തിനും കൂടിയാണ് ഇതിഹാസ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ജാനകിയായി മാറുന്ന ആൽവി പ്രേക്ഷകരെ ചിരിയുണർത്തുന്നു. അനുശ്രീക്കും ഷൈനിനുമൊപ്പം കത്തി നിൽക്കുന്ന മറ്റൊരു താരമാണ് ബാലു വർഗീസ്. ആൽവി പെണ്ണാകുന്നതോടെ സിനിമയിലെ നായകൻ ഒരു പരിധിവരെ ബാലുവിന്റെ വിക്കു എന്ന കഥാപാത്രമാകുന്നു. അതുവരെ കൂടെ നടന്ന കൂട്ടുകാരൻ പെൺകുട്ടിയാകുന്നതോടെ വിക്കുവിൽ വരുന്ന മാറ്റങ്ങൾ പ്രേക്ഷകരുടെ കയ്യടി നേടുന്നു. ചിലയിടത്തൊക്കെ അല്പസ്വല്പം പാളിച്ചകൾ ഉണ്ടെങ്കിൽ പോലും 2 മണിക്കൂർ ചിരിച്ചു കണ്ടിരിക്കാവുന്ന സിനിമയാണ് ഇതിഹാസ. താരപ്പൊലിമയില്ലെങ്കിലും നല്ല തിരക്കഥയും മികവുറ്റ ക്യാമറയും മികച്ച അഭിനയവും സിനിമ പ്രേക്ഷകനെ പ്രിയപ്പെട്ടതാക്കും. ഡാവിഞ്ചി കോഡ് പോലെ ആരും വിശ്വസിക്കാത്ത കഥയെ വിശ്വസനീയമായ രീതിയിൽ ചിത്രീകരിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും സംവിധായകനും തിരക്കഥാകൃത്തിനും സ്വന്തം. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.